കടലിൽ ചേരുന്ന കാലടി മണ്ണിലെ ദൂരങ്ങൾ തീരുവൻ കാതുകൾ നീമൊഴി വീഴുക കേഴുവൻ കാഴ്ചയിൽ നീല തീരിടും കയറുവൻ നേടലിനോട് നേരിടും ഇല്ലെങ്കിൽ നീരില്ല പൂപ്പോൾ വാടും നദികൾ ഒഴുകി കടലിൽ ചേരുന്ന കാലടി മണ്ണിലെ ദൂരങ്ങൾ തീരുവൻ കാതുകൾ നീമൊഴി വീഴുക കേഴുവൻ കാഴ്ചയിൽ നീല തീരിടും കയറുവൻ നേടലിനോട് നേരിടും ഇല്ലെങ്കിൽ നീരില്ല പൂപ്പോൾ വാടും. നാടിന്റെ വികസന നേട്ടങ്ങളും പുതുവഴികളും ചർച്ച ചെയ്ത സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിനും ഹാപ്പിനെസ് ഫെസ്റ്റിവലിനും പരിസമാപ്തി. ഫെബ്രുവരി 13 ആരംഭിച്ച ഫെസ്റ്റിവലിനാണ് വ്യാഴാഴ്ച തിരശീല വീണത്. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകിയ കാഴ്ചയുമായി നാടിന്റെ ജനകീയോത്സവത്തിന്റെ 7 ദിനങ്ങളാണ് കടന്നുപോയത്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആന്തൂർ നഗരസഭ ആതിഥേയത്വം വഹിക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വേദിയിൽ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും എത്തിയത്. മാലിന്യ സംസ്കരണം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലും തീരുന്നില്ല. നമ്മുടെ ലക്ഷ്യമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. 2031 സമ്പൂർണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇടതുപക്ഷ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നു. ആന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയം, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി ഒരുക്കിയ വേദികളിൽ വിധു പ്രതാപ്, ശ്രീരാഗ് ഭരതൻ, അനുശ്രീ, രമ്യ നമ്പീശൻ, റിമി ടോമി തുടങ്ങി പ്രമുഖരുടെ സംഗീതം, നൃത്തം, ഫാഷൻ ഷോ ഉൾപ്പെടെ ആവേശം കൊള്ളിക്കുന്ന നിരവധി പരിപാടികളാണ് അരങ്ങേറിയത്. എല്ലാത്തിലും ഉപരി ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായ പ്രദർശന വിപണന മേള ജനശ്രദ്ധ ആകർഷിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ നാടുകാണിയിലൊരുങ്ങുന്ന സൂ സഫാരി പാർക്കിന്റെ തീമിലുള്ള സെൽഫി പോയിന്റാണ് ഇതിൽ പ്രധാനം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസാണ് ഈ തീം ഒരുക്കിയത്. തീം സ്റ്റാളിൽ ഒരുക്കിയ സഫാരി ജീപ്പിന്റെയും വന്യമൃഗങ്ങളുടെയും കട്ടൌട്ടുകൾക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ജനത്തിരക്കേറി. കണ്ണൂർ ജില്ലയിലെ വികസന പദ്ധതികളുടെ 40-ലധികം വാർത്താ ചിത്രങ്ങളുടെ പ്രദർശനം മേളയിലെ മറ്റൊരു കാഴ്ചയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന എക്സിബിഷനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും വ്യത്യസ്ത തരം വിപണന സ്റ്റാളുകളുമാണ് തദ്ദേശ ദിനാഘോഷത്തിന്റെയും ഹാപ്പിനെസ് ഫെസ്റ്റിന്റെയും ഭംഗി കൂട്ടിയത്. അവസാന ദിവസമായ ഇന്നലെ ജൻസിയെ സ്വാധീനിച്ച റാപ്പർ വേടന്റെ ഗാനം കേൾക്കുവാനായി 10,000-ങ്ങളാണ് ആന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. വേടന്റെ മെഗാ കൾച്ചറൽ ഷോയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തിരശീല വീണത്. മറ്റൊരു ഹാപ്പിനെസ് ഫെസ്റ്റിവലിനായി ജനം ഒരു വർഷത്തെ കട്ട വെയിറ്റിംഗിലാണ്. ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് 4ാമത്തെ അധ്യായത്തിലേക്ക് അടുത്ത വർഷം കടക്കാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഉത്സവത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേദനയോടെ പിരിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. Thank you.